എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല എന്ന പദമാണ്. ഇയ്യോബിൻ്റെ 2 സ്നേഹിതന്മാരെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കോപം ജ്വലിക്കുന്നു എന്നും നിങ്ങളോട് കോപം ജ്വലിക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദാസനായ ഇയ്യോബ് വിഹിതമായത്, ന്യായമായത്, സത്യസന്ധമായത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ നിലകളിൽ വിഹിതമായതല്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അനീതി നിങ്ങളുടെ സംസാരത്തിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് തന്നെയാണ്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഹൃദയം വല്ലാണ്ട് ഭാരപ്പെട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ഹന്നയെ കാണുവാൻ കഴിയുന്നുണ്ട്. അവൾ മനോവേദനയോടെ, മനോവിഷമത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ശബ്ദമുണ്ടാക്കാതെ അവൾ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഏലി പുരോഹിതൻ അവളെ നോക്കിക്കൊണ്ട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. ഇവിടെ ഏലി പുരോഹിതൻ ഹന്നയോട് സംസാരിക്കുന്ന ആ സംസാരം വിഹിതമായിട്ടുള്ള ഒരു സംസാരമായിരുന്നില്ല. മാത്രമല്ല, ഏലി പുരോഹിതൻ്റെ ചിന്തയ്ക്കനുസരിച്ച്, തോന്നലിനനുസരിച്ച് ഏലി പുരോഹിതൻ സംസാരിക്കുമ്പോൾ യഹോവയായി ദൈവം പറയുന്നത്, പുരോഹിതൻ ഇപ്പോൾ സംസാരിക്കുന്നത് വിഹിതമായിട്ടല്ല എന്ന് പറയുക തന്നെയാണ്. നാം തിരുവചനത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും, മാത്രമല്ല ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിലും, സാഹചര്യത്തിനനുസരിച്ചും ചിന്താഗതിക്കനുസരിച്ചും തോന്നലുകൾക്കനുസരിച്ചും സംസാരിക്കുന്ന അനവധി ആളുകളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് അവരുടെ സുഹൃത്തുക്കളായ, അവരുടെ സ്നേഹിതരായ, അവർക്ക് പ്രിയപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി അനീതിക്ക് കൂട്ടുനിന്ന് നീതിമാന് വിരോധമായി വിഹിതമല്ലാത്തത് സംസാരിക്കുകയും ആ ഭക്തനായ, ആ നീതിമാനായ, ആ നിരപരാധിയായ ആളുകൾക്ക് നാശത്തിന് അത് കാരണമായി തീരുകയും ചെയ്യാറുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പരമോന്നത കോടതിയായ പീലാത്തോസിൻ്റെ കോടതിയിൽ ഹിതമായതല്ല, വിഹിതമായതല്ല, സത്യസന്ധമായതല്ല യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പീലാത്തോസ്, നിങ്ങൾ പറയുന്ന കുറ്റങ്ങളൊന്നും
ഇവനിൽ കാണുന്നില്ല എന്ന് പറയുമ്പോഴും തന്നെ ക്രൂശിപ്പാൻ വിധിച്ചതിൻ്റെ പിന്നിലെ കാരണം തൻ്റെ നിലനിൽപ്പ് മാത്രമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയോ, ചിലരുടെ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ചാർച്ചക്കാരെ നിലനിർത്തുന്നതിനു വേണ്ടിയോ, ചിലരുടെ തോന്നലുകൾക്കനുസരിച്ചോ വിഹിതമല്ലാത്തത് സംസാരിച്ചിട്ട് ഹൃദയത്തിൽ ആഴമായി മുറിവേറ്റവരെന്നെ കേൾക്കുന്നെങ്കിൽ വിഹിതമായത് തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. വിഹിതമല്ലാത്ത സംസാരിപ്പാനോ ആ നിലകളിൽ സംസാരിക്കുന്നവരോട് കൂടെ നിൽപ്പാനോ ഞങ്ങൾക്കിടയാകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.